ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു ജനറൽ ലൈഫ് സ്പ്രെഡ് എടുക്കാം. ഇന്ന് കിട്ടിയിരിക്കുന്ന വ്യക്തി ക്വീൻ ഓഫ് സോഴ്സ് ആണ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെങ്ങനെയാണ് ബാധിക്കുന്നത് ചോദിച്ചപ്പോൾ ഇത് ചാരിയറ്റാണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് ആന്തരികമായി നിങ്ങളോട് പറയുന്നത് എന്താണ്? പേജ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ എന്തിനാണ് മൂല്യം കൽപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ 5 ഓഫ് സോഴ്സ് ആണ്. ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? 7 ഓഫ് വാൺസ്. നിങ്ങൾക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? 6 ഓഫ് പെൻറ്റക്കിൾസ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? 4 ഓഫ് കപ്സ്. ഉടൻ എന്ത് പ്രതീക്ഷിക്കുന്നു? എന്താണ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറായിട്ട് കാണിക്കുന്നത്? ലോങ് ടൈമിൽ എന്താണ് നിങ്ങൾക്ക്? 2 ഓഫ് കപ്സ്. ഈ ഒരു വ്യക്തിനെ കുറിച്ച് മൊത്തത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ 6 ഓഫ് വാൺസ് ആണ്. ഇത് ക്വീൻ ഓഫ് സ്വർഡ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ക്രിയേറ്റീവായിട്ട് നല്ലൊരു മാതൃകയായ ഒരു വ്യക്തിത്വമാണ്. ഇവരെ എല്ലാം കൊണ്ടും ഇപ്പോൾ ഫാമിലിയിലായാലും ജോലി സ്ഥലത്തായാലും പഠനരംഗത്തായാലും എവിടെയായാലും നല്ലൊരു എല്ലാവർക്കും മാതൃകയാക്കാവുന്ന നല്ലൊരു ഇതിനാണ്. എല്ലാ ക്രിയേറ്റീവായിട്ടും ബുദ്ധിപരമായിട്ടും എല്ലാം കൊണ്ടും സക്സസ് ആയുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇതാണ്, എനർജിയാണ് കണക്റ്റ് ആയിരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് ചോദിച്ചപ്പോൾ നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ചുറ്റുപാടുകളാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് കാണിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനമ്മയോ പാർട്ട്ണറോ, അങ്ങനെ അവരുടെ ഒരു നിയന്ത്രണം നിങ്ങളുടെ മേൽ ഉണ്ട് എന്ന് കാണിക്കുന്നു. കൂടുതലും നിങ്ങൾ നിയന്ത്രണത്തിൽ ഉള്ളിൽ പെട്ട ഒരാളാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസാണ്. നിങ്ങൾക്ക് എന്തോ സ്വന്തമായിട്ട് എന്തോ ഒരു ഇത് മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളുടെ പറയുന്നത്. നിങ്ങളോട് നിങ്ങൾക്കുള്ളിൽ നിന്നുള്ള ഒരു തോന്നലുകൾ അതാണ്. എന്താണ് മൂല്യം കൽപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാനുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റായി തോന്നുന്നത്. ഒരു പക്ഷേ നിങ്ങളെ മറ്റുള്ളവരെ ഒരുപാട് നിയന്ത്രിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടായിരിക്കാം, മറ്റുള്ളവരുടെ നിയന്ത്രണത്തിന് കീഴിലാണല്ലോ ഞാൻ പോകുന്നത് എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കണം, എൻ്റേതായൊരു നിലപാട് എടുക്കണം എന്നുള്ളത് അതിന് വലിയൊരു മൂല്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളൊരു ചിന്ത കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ 7 ഓഫ് വാൺസ് ആണ്. ഇതിൽ വരുന്നത് നിങ്ങൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ, നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ സ്നേഹത്തോടെയുള്ള ഇത് ആയിരിക്കാം, ഇങ്ങനെ അത് ചെയ്ത് അങ്ങനെ കുറേ നിബന്ധനകളും കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളതൊക്കെ മറികടക്കുന്നുണ്ട്. പ്രയാസപ്പെട്ടിട്ടായി നിങ്ങളത് ബാധിക്കുന്നൊന്നുമില്ല, നിങ്ങളത് മറികടന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ധനസമ്പാദനത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് വരവിനനുസരിച്ച് നിങ്ങൾക്ക് ചിലവുകളും ഉണ്ട് ഒരുപോലെ തന്നെ. അതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ധനം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ചിലവ് ചെയ്യുന്നുണ്ട്. രണ്ടായാലും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് ഉള്ളത്. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി നിങ്ങൾ ഭയങ്കര ഒരു വിഷമത്തിലിരിക്കുന്ന ഒരാളാണ്. ഒന്നുകിൽ നിങ്ങൾക്കൊരു
പ്രണയബന്ധം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലായിരിക്കാം. എന്ത് തന്നെയായാലും അവിടെ ഒരു മിസ്സിങ് എനർജീൻ്റെ, ഒരു വിഷമങ്ങളുടെ ഒരു എനർജീൻ്റെ, ഒരു പിണക്കത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. എന്തോ ഒരു വിഷമത്തിലിരിക്കുകയാണ് നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഒരു ആ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമത്തിൻ്റെ ഒരു ഇതിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറായിട്ട് കാണുന്നത് നിങ്ങളുടെ എന്തോ നിങ്ങൾക്കൊരു ഒരു ഇത് മാർഗം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾ ഇപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾ തീരുമാനം എടുക്കുക. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ധനസമ്പാദനത്തിന് മാർഗമോ, എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ അടുത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ആശയം വരും. നിങ്ങളതുമായിട്ട് മുന്നോട്ട് പോകും. ലോങ് ടൈമിൽ എന്താണെന്ന് പറയാം, നിങ്ങൾ ആ മിസ്സിങ് എനർജി, നിങ്ങൾക്ക് ആ ഒരു പാർട്ട്ണറെ നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കും. നിങ്ങൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും. അങ്ങനെ ഒരു ഇതിലേക്കാണ് നിങ്ങൾ ലോങ് ടൈമിലേക്ക് പോകുന്നത്. നിങ്ങൾ മൊത്തത്തിൽ ഇത് വെച്ച് എല്ലാം നോക്കുമ്പോൾ നിങ്ങളൊരു സക്സസ് ആയ ഒരു വ്യക്തിയാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും തടഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്കൊരു ഓറക്കൽ മെസ്സേജ് കൂടി നോക്കാം. കിട്ടിയിരിക്കുന്നത് പേഷ്യൻസ് ആണ്. ജസ്റ്റ് എ ഫ്യൂ മോർ മന്ത്സ്, ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഇങ്ങനെ ഒരു എനർജിയാണ് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. ഈ റീഡിങ് റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിലാണ് ഡെയിലി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇത് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇത് കാണുന്നവർക്കുള്ളതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതെനിക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായി തീരും. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.